ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാട്ടോ പുഴക്കേറ്റിക്ക് പോകുന്നു കേട്ടോ അപ്പോൾ ഞാൻ പോകുന്നത് മാമൻ്റെ മരുമോളെ പ്രസവത്തിന് കൊണ്ടുപോകുക കേട്ടോ അപ്പോൾ ഇതിന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതിന് വന്നാട്ടോ അപ്പോൾ ഞാനും അമ്പാടിയും കൂടി ആട്ടോ പോകുന്നത് സോനു വന്നിട്ടില്ല സോനുവിന് സ്കൂളും ഉണ്ട് പിന്നെ ബസ്സിൽ പോരുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നാട്ടെ അപ്പോൾ ഓന് അതുകൊണ്ടാട്ടോ പോരാഞ്ഞത് പിന്നെ അവൻ്റെ അവിടെ അച്ഛമ്മ ഉള്ളതാണ് അപ്പോൾ അച്ഛമ്മ അടുത്ത് നിന്നോളാ പറഞ്ഞു അപ്പോൾ അത് കാരണം എനിക്ക് 2 ദിവസം അവിടെ നിൽക്കാൻ വെച്ചിട്ടേ അപ്പോൾ ഓൻ അങ്ങനെ വല്ലാതെ നിർബന്ധിക്കുകയും ചെയ്തില്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഞങ്ങൾ എന്താ പറയുക കുറേ നേരമായിട്ട് അമ്മ തൊയിരം കെടുത്തല്ല അമ്മയ്ക്ക് ദേഷ്യം വരൽ തുടങ്ങിയിട്ട് എന്താ പറയുക എല്ലാവരും പോയി കഴിഞ്ഞ് നമ്മൾ മാത്രമേ അവിടെ എത്താത്തുള്ളൂ പറഞ്ഞിട്ട് പിന്നെ അവർ വരുന്നതിൻ്റെ മുന്നേ നമ്മളവിടെ എത്തണമല്ലോ പറഞ്ഞിട്ട് ചീത്ത പറയുന്നു കേട്ടോ അപ്പോൾ അമ്പാടിക്ക് ഞാൻ തിന്നാൻ കൊടുത്ത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഒരുങ്ങാൻ നിന്നത് അതുകൊണ്ടൊക്കെ നേരം വൈകി കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്പാടിനോട് ചീർപ്പെടുത്തരാൻ വേണ്ടിയിട്ട് അമ്പാടിനെ ചീർപ്പെടുക്കാൻ പറഞ്ഞാച്ചാട്ടോ അപ്പോൾ സോനു അപ്പൂസ് ഒരുക്കി കൊടുത്താണ് അമ്പാടിനെ കേട്ടോ കാരണം ഞാൻ അവനെ ഒരുക്കി കൊടുക്കില്ല അവന് എന്താ പറയുക ഞാനെൻ്റെ ഒരുക്കാനൊക്കെ കഴിഞ്ഞിട്ടോ അവനെ ഒരുക്കൽ കാരണം അല്ലെങ്കിൽ ഞാൻ പോകുമ്പോഴേക്കും ആകെ ചളിയിൽ കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഡ്രസ്സ് ഇടാൻ നിൽക്കാം കേട്ടോ അപ്പോൾ അമ്മ ഒരുങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങിട്ടോ അങ്ങനെയും വേഗം പോരുമല്ലോ വെച്ചിട്ട് അപ്പോൾ അമ്മ അതാ കണ്ണടയൊക്കെ വെച്ചിട്ട് അമ്മയ്ക്ക് ഭയങ്കര മടി കേട്ടോ കണ്ണട വെച്ചിട്ട് പുറത്തേക്ക് പോകാൻ അപ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ അമ്മയ്ക്ക് നാണക്കേട് അമ്മ ആദ്യമായിട്ടാണ് ഇപ്പോൾ കണ്ണട വയ്ക്കുന്നത് അപ്പോൾ പുറത്തേക്ക് പോകുന്നത് കണ്ണടച്ചിട്ടോ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ വയ്ക്കുകയെന്നല്ലാതെ പുറത്തേക്ക് അങ്ങനെ കണ്ണടച്ച് പോകില്ല അപ്പോൾ അമ്മയ്ക്ക് ചെറുതായിട്ട് കണ്ണിൽ ഇങ്ങനെ പാട കെട്ടിയപ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞാണ് സ്ഥിരമായിട്ട് വയ്ക്കാൻ വേണ്ടിട്ടോ അപ്പോൾ അമ്മയ്ക്ക് നാണക്കേട് അപ്പോൾ ചീത്ത പറഞ്ഞപ്പോൾ അമ്മ വേഗം വെച്ചാട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മേക്കപ്പ് ഒന്ന് കുറച്ച് കൂടി വന്ന സംശയം അപ്പോൾ അമ്മയോടൊന്ന് തുടച്ച് തരാൻ പറഞ്ഞാട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ഒക്കെ ശരിയായിരുന്നു വേഗം പോരാൻ പറഞ്ഞിട്ട് ചീത്ത അറിയുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വേഗം പുറത്തേക്ക് ഇറങ്ങിട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുക അമ്മേനെ കൊണ്ടൊന്ന് മുടിയും കൂടി ഒന്ന് വെട്ടിച്ചിട്ടോ കാരണം മുടിയുടെ തലപ്പ് ഇങ്ങനെ പാല് പോലെ നിൽക്കണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ മുടി വെട്ടാതെ പോകുന്നു കാരണം വേറെയുള്ളവർ വെട്ടിക്കഴിഞ്ഞേക്ക് അത്ര തൃപ്തിയാവില്ല കേട്ടോ അമ്മേനെ വെട്ടണം എൻ്റെ മുടി അമ്മേനെ വെട്ടിയാലേക്ക് തൃപ്തിയാവുള്ളൂ കേട്ടോ ഞാൻ തന്നെ കടയിലൊന്നും പോയിട്ട് മുടി വെട്ടാറില്ല കേട്ടോ ബ്യൂട്ടി പാർലറിലൊന്നും പോയിട്ട് മുടി വെട്ടില്ല അപ്പോൾ അമ്മ വെട്ടിക്കഴിഞ്ഞ് ഞാൻ അവിടെ പോയിട്ട് ഇറച്ചിച്ച് നിന്നിട്ട് ഇവിടെ വരുമ്പോഴേക്ക് കാരണം മുടി വളരും കേട്ടോ അപ്പോൾ അത് കാരണം അമ്മ വെട്ടിയാലേക്ക് ഇതാവുള്ളൂ അപ്പോൾ ഇനി നേരെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക സോനു പോകുന്നില്ല ഇത് നടക്കേ ഇവിടെ നോക്ക് വല്ല പോകുന്നുണ്ടോ ആൾക്കാർ തള്ളിക്കോ അമ്പാടി എങ്ങോട്ട് പോണ് ട്രൗസറൊന്ന് ശരിയായി കൊടുത്താ ട്രൗസർ ഒന്ന് ചെരിഞ്ഞിട്ടാ മോത്തിക്ക് നോക്കി ഇരിയേട്ടാ ജ്യൂസ് ഉണ്ടാക്ക അപ്പൊ അങ്ങനെ തന്നെ പോകും കയ്യിലെത്തുന്നില്ലേ ഇത്രയും നേരം ആറ്റാൻ മാത്രമല്ല മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ മധുരം ഉണ്ടോ നോക്കി ഇട്ടുണ്ടോ ഐസ് വല്ലാതെ ഇടപെടാതെ അപ്പത്തെ സാഹചര്യത്തിൽ അത് അവരൊക്കെ വരുമ്പോ കുറച്ച് നല്ല തണുപ്പ് പോകും ചീത്ത പറഞ്ഞ് ഇന്നെ അങ്ങോട്ട് ആട്ടി വിട്ടപ്പോൾ കരുതി ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ടാവും അവരൊക്കെ എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടോ പക്ഷെ ഇവിടെ വന്നപ്പോൾ ആരും എത്തിയില്ല കേട്ടോ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണോ കേട്ടോ അപ്പോൾ അതാ അവരവിടെ നിന്ന് എത്തുമ്പോൾ 9:30 ആവും എന്നാട്ടോ പറഞ്ഞത് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടിയപ്പോഴേ എല്ലാവരും ഒന്ന് ഇരുന്ന് വർത്താനം പറിച്ചിട്ടും പിന്നെ ഫോട്ടോ എടുക്കലൊക്കെ തിരക്കാട്ടോ അപ്പോൾ എന്താ പറയുക ഭക്ഷണം ഉണ്ടാക്കാനൊന്നും ഇല്ലാത്ത കാരണം ആ പണിയൊന്നുമില്ല കേട്ടോ ഒക്കെ പുറത്തുനിന്ന് ഏൽപ്പിക്കുക ചെയ്തിട്ടുണ്ട് ബിരിയാണി പുറത്തുനിന്ന് ഏൽപ്പിക്കുക ചെയ്തിട്ടുണ്ട് പിന്നെ സാദാ ചോറും കറി അത് പിന്നെ അധികം ആൾക്കാർക്കൊന്നും വേണ്ടില്ല കുറച്ച് ആൾക്കാരെ വേണ്ടുള്ളൂ അത് പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക ചെയ്തത് പിന്നെ വെള്ളം ഏട്ടം കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സുകൾ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കട്ട് ചെയ്യേണ്ടതും ഡിസൈൻ ചെയ്യണം ഞാനും ഏട്ടനും കൂടി കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി അവർ വരുന്നതിൻ്റെ കുറച്ച് മുന്നേ ചെയ്യാൻ വെച്ചിട്ട് അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടിയപ്പോഴേ മാമൻ്റെ മക്കളാട്ടത് അപ്പോൾ എല്ലാവരും കൂടി കിട്ടിയപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ അപ്പോൾ ഇനിയും വരാണ് കേട്ടോ മാമൻ്റെ മക്കളും അനിയത്തിയൊക്കെ വരാണ്ട് അപ്പോൾ അനിയത്തിനെ കാത്തുണ്ട് കേട്ടോ അത്രയും നേരം വൈകിയത് അപ്പോൾ അവൾ പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂ ഞാൻ വന്നോളാം വരുന്നുള്ളൂ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നിട്ട് വേഗം അപ്പോൾ ഇവരൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുക കേട്ടോ ഒരു കയ്യ് ബീബി ഒരു കയ്യ് ഈ എന്തിനാ സ്റ്റുഡിയോക്ക് പോണേ സ്റ്റുഡിയോ
അന്റെ ചെരുപ്പ് കൊടുത്തു വെഞ്ചൂരി ചെരുപ്പ് എവിടെ എവിടെ അത് പോയിട്ടാ പോയിട്ട് വീടുണ്ട് ഞാൻ എടുത്താണല്ലോ മറിഞ്ഞിക്ക വിഷ്ണു ആദ്യേ എന്തേ വായിക്ക് പോയത്തിട്ടോ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഞാനോ ഞാൻ ഇന്നലെ അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കൊടുന്ന് അതൊക്കെ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ട് അപ്പോൾ അവർ വരുന്നതിനെ കുറച്ച് മുന്നേ എന്താ പറയുക കട്ട് ചെയ്ത് റെഡി ആക്കി വെക്കാൻ വെച്ചിട്ടേ അല്ലെങ്കിൽ നേരത്തെ തന്നെ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആപ്പിളൊക്കെ ആകുമ്പോൾ വേഗം കറുത്ത് പോവുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല കുട്ടികളൊക്കെ ചിലപ്പോൾ എടുത്തിട്ട് ഓരോന്നൊക്കെ എടുത്ത് കഴിച്ച് ചിലപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ അവർ വരുന്നതിനെ കുറച്ച് മുന്നേട്ടതൊക്കെ കട്ട് ചെയ്ത് റെഡി ആക്കി വെച്ചത്. പിന്നെ ഞങ്ങൾക്ക് അറിയണ പോലെ ഞാനും ഏട്ടനും കൂടി അത് എങ്ങനെയൊക്കെയോ ഒന്ന് ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ എന്താ പറയുക കുറേ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അത് അങ്ങനെ ഓരോ ഡിസൈനൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടാവുമോ ചേട്ടാ? ഇത് കാണുമ്പോൾ ആക്കെ തിന്നേക്ക് നോക്കി ഒന്ന് പോകണം, നശിപ്പിക്കരുതല്ലേ. അവന്റെ വീട് വെച്ചൊക്കെ എങ്ങനെയായിരുന്നു ഇതിലും ഡിസൈനൊക്കെ ആക്കിയിട്ട് വെച്ചിരുന്നു നിങ്ങളല്ലേ ലാസ്റ്റ് എന്താക്കും തിന്നു ലാസ്റ്റ് ആടെ കുറ്റിന്റെ അത് മാത്രം അല്ല ഇതിന് നമ്മള് പൈനാപ്പിൾ വെച്ചിട്ടില്ല പൈനാപ്പിൾ അനാറുണ്ടെങ്കിൽ മറന്നു ഇതും അഡ്ജസ്റ്റ് ചെയ്യാൻ അവിടെ എന്താ സെറ്റ് ചെയ്യല്ലേ അടിപൊളിയാകടെ അത് ഫോട്ടോ പിക്കൊന്നും എടുക്കും. ഡ്രസ്സുകൾ കൊടുന്ന് അതൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒക്കെ റെഡിയാക്കി വെച്ചപ്പോഴേക്ക് അവർ എത്തിയിരുന്നു കേട്ടോ. അപ്പോൾ അവരെത്തിയപ്പോൾ ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോന്നു കേട്ടോ. പുറത്തേക്ക് പോന്നു ഞാനിന്ന് അവരൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ വെച്ചിട്ട് ഞാനും ഒന്ന് പുറത്തേക്ക് പോന്നു. അവരൊക്കെ വന്ന് അവർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ അവരൊക്കെ ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. പിന്നെ എന്താ പറയുക അവർ പറഞ്ഞ സമയത്തേക്ക് തന്നെ അവരെത്തിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക ഇറങ്ങേണ്ട സമയം അവിടെ കയറേണ്ട ഒരു സമയമുണ്ട് കേട്ടോ. ആ സമയമാകുമ്പോഴേക്ക് അവർക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവും വേണം കേട്ടോ. അപ്പോൾ അധികം വലിയ ചടങ്ങുകളൊന്നുമില്ല. പണ്ടത്തെ രീതിയിൽ എങ്ങനെ പ്രസവത്തിന് കൊണ്ടുവച്ചാൽ അതേപോലത്തെ രീതിയിലുള്ള ചടങ്ങുകൾ മാത്രം കേട്ടോ. അങ്ങനെ വേറെ ഇപ്പോഴത്തെ രീതിയിലുള്ള ചടങ്ങുകളൊന്നുമില്ല കേട്ടോ. അവിടെ പോണോ രഞ്ജുരതിക്ക് മാമിന്റെ അതിലുണ്ടേ വന്നവരൊക്കെ സ്വീകരിച്ചിരുത്തി അവർക്കൊക്കെ വെള്ളമൊക്കെ കൊടുത്തിട്ടോ. അപ്പോൾ എന്താ പറയുക അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവരൊക്കെ അവിടെ ഇരുന്ന് വർത്താനം പറയണം. പിന്നെ എന്താ പറയുക പരിചയപ്പെടുത്തുന്നു, അങ്ങോട്ടോടൊക്കെ പരിചയപ്പെടുത്തണമൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പിന്നെ ഇവരെ പിന്നെ അവളെ കല്യാണം കഴിച്ചിട്ട് പരിചയപ്പെട്ടു.
കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല പരിചയമുള്ള പിന്നെ അറിയാത്തവരോടൊക്കെ അങ്ങോട്ടോടൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണൊക്കെ തിരക്കിലാട്ടോ. അപ്പോൾ അവർക്ക് പിന്നെ കൂടുതൽ നേരം നിന്ന് പിന്നെ വർത്താനം പറയാനുള്ള സമയമില്ല കേട്ടോ. കാരണം അവർക്ക് 12:30 ആകുമ്പോഴേക്ക് എന്താ പറയുക അവിടെ കയറുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക അവർ എന്താ പറയുക കൂടുതൽ നേരം ഒന്ന് വർത്താനം പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ളതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ബേക്കറി കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നോക്കി അതിന് പകുതി നമ്മൾ അവർക്ക് തിരിച്ച് കൊടുക്കുമാണ് കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക എടുത്ത് കൊടുക്കേണ്ട തിരക്കിലാട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ അവിടെ കയറേണ്ട സമയത്ത് തന്നെ കൃത്യസമയം തന്നെ അവിടെ കയറണം. അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് അവർ വെള്ള തിരക്കിലാട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ എല്ലാവർക്കും ദക്ഷിണ കൊടുക്കേണ്ട ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അത് ഇങ്ങനെ പ്രായമായിരിക്കുള്ള പിന്നെ ഓളെ വയസ്സിന് മൂത്തവർക്കുള്ള ദക്ഷിണയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ജയമാമ കൊടുത്തു. അങ്ങനെ നിന്നാ മതി. കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞോ? കഴിഞ്ഞോ? മാമ നിക്കണ്ടല്ലോ.
അവരുണ്ടല്ലോ കുട്ടിയെടുത്ത് ഒരാളുണ്ടല്ലോ അതാ മാമ നിൽക്കുന്നുണ്ട്. ആ കുട്ടി വരും കൊള്ളു ആ കുട്ടി ഈ കുട്ടി വരും ആൻറ്റിയെ കുട്ടി വരുള്ളൂ ആൻറ്റിയെ മാമയുടെ ഇറങ്ങിക്കാനെ അവള് ഇറങ്ങുമ്പോൾ നിങ്ങളോട് കയറിയാൽ മതി. നിങ്ങൾ ഇങ്ങോട്ട് കയറിക്കോ ഇങ്ങോട്ട് കയറും ഇങ്ങോട്ട് കയറും അവിടുന്നോളും. മാമേന്റെ വണ്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിക്കാം. കറിയുണ്ടോ? യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇരുന്നിട്ടോ ഭക്ഷണം കഴിക്കാൻ. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ആരും പുറത്തുനിന്ന് വിളിച്ചിട്ടില്ല കേട്ടോ. ഒക്കെ ഈ കുടുംബത്തിലുള്ളവർ മാത്രമുണ്ട്. കാരണം അമ്മേൻ്റെ ചേച്ചിയുടെ മക്കളും അതേപോലെ അമ്മേൻ്റെ ആങ്ങളയുടെ മക്കളും മരുമക്കളും പിന്നെ പേരക്കുട്ടികളും പിന്നെ അമ്മമ്മേൻ്റെ ഏട്ടത്തിൻ്റെ മക്കൾ അങ്ങനെ മാത്രം വിളിച്ചിട്ടുള്ളൂ. പുറത്തുനിന്ന് ആരും വിളിച്ചിട്ടില്ല. പിന്നെ അടുത്തുള്ളവരെ വിളിക്കുക ചോദിച്ചാൽ അവർക്ക് നോമ്പ് സമയമല്ലേ, അപ്പോൾ അവരൊന്നും വിളിക്കാഞ്ഞത് അത് കാരണം കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. കാരണം ഇങ്ങനെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ മാത്രമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കാണലും അതേപോലെ ഒരുമിച്ച് കൂടലും ഒക്കെ കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഭയങ്കര ആഘോഷമാവും കേട്ടോ. കാരണം എന്താ പറയുക, ഭയങ്കര കളിയും ചിരി. അവിടെ പിന്നെ മക്കൾ ഒന്നുമില്ല കേട്ടോ, അമ്മമാരൊന്നുമില്ല. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ഒക്കെ ഒരു ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞിരുന്ന് എന്താ തമാശകളും ചെറിയും കളിയൊക്കെ ആയിട്ട് ചോറുണ്ടോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. കാരണം എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി. ഞങ്ങൾ ഇതിൻ്റെ മുന്നേ എന്താ പറയുക അവൻ്റെ കല്യാണ നിശ്ചയത്തിന് ഞങ്ങൾ ഇതേപോലെ ഏൽപ്പിക്കുക ചെയ്തിട്ടോ. അവർ തന്നെ കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ഏൽപ്പിച്ചത്. പക്ഷേ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ ഈ ചൂട് സമയമായ കാരണം എന്താ പറയുക, പൊരിക്കാതെ ഇങ്ങനെ പുഴുങ്ങിയിട്ടുണ്ടാക്കുമല്ലോ, അങ്ങനെ കേട്ടോ ഉണ്ടാക്കിയത്. അത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് അമ്പാടിക്ക് നല്ല ഇഷ്ടമായിരുന്നു. കാരണം അമ്പാടി എൻ്റെ കൂടെ ഒരു വട്ടം ഇരുന്ന് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇതാ മാമൻ്റെയും ഏട്ടന്മാരൊക്കെ കൂടെ എൻ്റെ മാമനും അവൻ്റെ മാമന്മാരും കേട്ടോ അത്. അപ്പോൾ അവരൊക്കെ കൂടെ ഇരുന്നിട്ട് കേട്ടോ ഭക്ഷണം പിന്നെയും കഴിക്കുന്നുണ്ട് കേട്ടോ. അവന് നല്ല ഇഷ്ടമായിട്ടുണ്ടോന്നാണ്. അപ്പോൾ അതാ അച്ഛന് പിന്നെ നാടൻ ചോറാണ് ഇഷ്ടം. അപ്പോൾ അച്ഛൻ ആദ്യം ചോറുണ്ട് കേട്ടോ. കാരണം അച്ഛന് ബിരിയാണി ഇഷ്ടമല്ല എന്നാൽ അച്ഛൻ കഴിക്കുകയൊക്കെ ചെയ്യും. ഇപ്പം അച്ഛൻ അങ്ങനെ കഴിക്കില്ല കേട്ടോ. അപ്പോൾ അത് കാരണം അച്ഛന് നല്ല സദ്യ ഉണ്ടായിരുന്നു, നല്ല അടിപൊളി സദ്യ ഉണ്ടായിരിക്കും. സാമ്പാർ, ഉപ്പേരി, പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ അത് കഴിച്ചു. പിന്നെ എല്ലാവർക്കും ഇതാ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കണം. അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിരിക്കാനും മറക്കട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.